ആശാൻ പറഞ്ഞു കേട്ടില്ലേ? എണീക്ക്, ഇവിടെ ഓടി, ഇവിടെ വാടാ. എന്താടി നിനക്ക് വിളിച്ച വരാനൊരു വിഷമം? കാത് തുറന്ന് കേട്ടോ നീ. നിന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതിനും ഈ വേഷം കെട്ടിച്ചതിനും ഒക്കെ ഒരു ലക്ഷ്യമുണ്ട്. അത് നേടി ഇവിടം വിടും വരെ നീ ഒരു ആൺകുട്ടിയായിരിക്കും. മനസ്സിലായോടാ? ആശാൻ പറഞ്ഞൊക്കെ ഈ തലയിലോട്ട് കേറിയോ? വന്നോ, വലിച്ചു കൊണ്ടുപോടാ. നീയാ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങളുടെ പിഞ്ചോമിയുടെ കലാപ്രകടനങ്ങൾ കാണുവിൻ. ഇവന്റെ കലാപ്രകടനം കണ്ട് ആനന്ദിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, മറക്കാതെ മടിക്കാതെ കാണിക്കയിടുവിൻ. കാണുവിൻ, കണ്ട് ആനന്ദിക്കുവിൻ. ഒരു ചാൻ വയറിനു വേണ്ടിയാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാവരും സഹായിക്കുക, എല്ലാവരും ഞങ്ങളെ സഹായിക്കുക. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ തന്നെ. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചോമനിയുടെ കലാപ്രകടനങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാണുവിൻ, കണ്ട് ആനന്ദിക്കുവിൻ. ഒരു നേരത്തെ ആഹാരത്തിനായി ഒരു പിഞ്ചു ബാലൻ നടത്തുന്ന അതിസാഹസികമായ കലാപ്രകടനം കണ്ട് കോരിത്തരിക്കുവിൻ നാട്ടുകാരെ. എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കുക, കൈയടിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, സംഭാവന തന്ന് ഞങ്ങളെ സഹായിക്കുക. എല്ലാവരും സഹായിക്കുക, എല്ലാവരും സഹായിക്കുക. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് സംഭാവനകൾ കുർബാനമാകുമ്പോൾ ഞങ്ങളുടെ പരിപാടികൾ ഗംഭീരമായിരിക്കും. എല്ലാ ഏട്ടന്മാരും സഹായിക്കുക. ഇത് കണ്ടല്ലോ സുഹൃത്തുക്കളെ, ഒരു നേരത്തെ ആഹാരത്തിനായി സ്വന്തം ശരീരത്തെ തീ കൊണ്ട് വേദനിപ്പിക്കുന്ന അതിസാഹസികമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടത്. എല്ലാവരും സഹായിക്കുക. ചേച്ചി സഹായിക്കുക. എല്ലാവരും പഠിച്ചിരിക്കാതെ എല്ലാവരും കടന്നു വരിക. എല്ലാവരും ഞങ്ങളെ സഹായിക്കുക. തീ നിന്ന് വിഷപ്പെടുന്ന ഒരു സുഹൃത്തിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, എല്ലാവരും സഹായിക്കുക. 10 രൂപ, 10 രൂപ. എല്ലാവരും കൈയടിച്ച് സഹായിക്കുക, എല്ലാവരും സഹായിക്കുക സുഹൃത്തുക്കളെ. ചെയ്യടോ, ചെയ്യ. അങ്ങനെ കാലിലോട്ട് കാലിലോട്ട് ചെയ്യടാ, ചെയ്യടാ, ചെയ്യാൻ. ചെയ്യടാ, ചെയ്യടാ. അങ്ങനെ എല്ലാവരും കൈയടിച്ചേ, എല്ലാവരും കൈയടിച്ചേ. ഉറച്ചു കൊട്ടടാ ചെണ്ട, ഉറച്ചു കൊട്ട്. ചെയ്യടാ, ചെയ്യടാ. അങ്ങനെ മാഡം, MD സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാഡം വന്ന് ചെന്ന് കാണാൻ പറഞ്ഞു. ശരി. മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്. ഡോക്ടർ, മായ ഒന്ന് നിൽക്കൂ. തീർത്തും യാദൃശ്ചികമായ ഒരു കണ്ടുമുട്ടലാണിത്. ജനറൽ മെഡിസിനിൽ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് കേട്ടു. പക്ഷെ അത് മോളാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ MD ആയി ഞാൻ ചാർജ് എടുത്തിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഇവിടുത്തെ കാര്യത്തിലെല്ലാം തീരുമാനം എടുക്കുന്നത് CMO ആണ് താനും. ഞാൻ വല്ലപ്പോഴും ചെന്നൈയിൽ നിന്ന് വന്നു പോകുന്നു മാത്രം. അന്ന് വീട്ടിൽ വന്നപ്പോ അമ്പാരിയോട് പറഞ്ഞിരുന്നു ചെന്നൈയിൽ നിന്നും നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യാൻ ആലോചന ഉണ്ടെന്ന്. അതിന്റെ ഭാഗമായ ഈ ഹോസ്പിറ്റൽ വിലയ്ക്ക് വാങ്ങിയത്.
നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോ ഇരിക്കാനൊരിടം വേണമല്ലോ. മതി. സ്വന്തം നേട്ടത്തിലെ കഥകൾ നിർത്താൻ മക്കളും ഭാര്യയൊക്കെ ഉണ്ടല്ലോ. എന്നെ വിട്ടേക്ക്. ഇത് നിങ്ങളുടെ സ്ഥാപനമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ജോലിക്കുന്നല്ല. വല്ല വണ്ടി അടിച്ച് ചാവാൻ കിടന്നാൽ പോലും ഇവിടേക്ക് വരില്ലായിരുന്നു. ഇതിപ്പോ ഒന്നും അന്വേഷിക്കാതെ ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. അത് തിരുത്താനും എനിക്കറിയാം. അങ്ങനെ ഒന്നും കരുതണ്ട. മോളുടെ കണ്ണിൽ എനിക്കിപ്പോഴും ഒരു അന്യന്റെ സ്ഥാനമാണല്ലോ. ഇവിടെ അത് തുടർന്നോളൂ. ഞാൻ ഹോസ്പിറ്റലിന്റെ MD-യും മോൾ ഒരു ഡോക്ടറും. പ്രൊഫഷണലായ റിലേഷനപ്പുറം ഒരടുപ്പവും വേണമെന്നില്ല. ഒന്നും ആരും അറിയുകയില്ല. പിന്നെ ഒരു സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ല. ചെന്നൈയിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ എന്റെ മോളെ എനിക്കൊന്ന് അടുത്ത് കാണാലോ. ഒരാഗ്രഹം കൂടി പറയട്ടെ. എന്നെങ്കിലും നിറഞ്ഞ മനസ്സോടെ എന്നെ അംഗീകരിക്കുകയാണെങ്കിൽ അന്ന് ഇതെന്റെ മകളാണെന്ന് പറഞ്ഞ് ഈ ലോകം കാണുകെ ഈ നെഞ്ചോട് ചേർത്ത് നിർത്താനും അച്ഛൻ തയ്യാറാ. അതിന് നിങ്ങൾ മോഹിക്കണ്ട. അങ്ങനെ ഒരു നിമിഷം ഈ ആയുസ്സിലുണ്ടാവില്ല. എനിക്ക് നശിച്ച ജന്മം തന്ന നിങ്ങൾക്ക് ഒരു അച്ഛന്റെ സ്ഥാനമല്ല എന്റെ മനസ്സിൽ. എന്നും ഒരു ശത്രുവിന്റെ സ്ഥാനമായിരിക്കും. ഐ ഹേറ്റ് യു. രുദ്രവീണ തുടരുന്നു. ഹലോ ഹലോ, ആരാ? ധന്യ. മായേ, കൃഷ്ണനുണ്ടോ അവിടെ? കൃഷ്ണനെ പ്രതീക്ഷിച്ച് വിളിച്ചതുകൊണ്ടാണോ ഞാൻ എടുത്തപ്പോ മായൊന്നും മിണ്ടാതിരുന്നത്? ധന്യ, നീ എന്താ ഇങ്ങനെ? ഞാൻ തുറന്നു പറഞ്ഞതല്ലേ നിന്നോട്? ഉവ്വ്, കിച്ചുവുമായി റിലേറ്റഡായി നിന്റെ മനസ്സിൽ മറ്റൊരർത്ഥത്തിലുള്ള ചിന്തയില്ലെന്ന് നീ ഏറ്റു പറഞ്ഞു. ഞാനത് വിശ്വസിച്ചെന്നും നിനക്ക് ബോധ്യായില്ലേ? പിന്നെന്താ നിനക്കൊരു ഒളിച്ചുകളി? അത് കൃഷ്ണനോട് പേഴ്സണലായി ഒരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക്. ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ഞാൻ? പിന്നെന്താ കിച്ചുവിനോട് സംസാരിക്കാനുള്ളത് എന്നോട് കൂടെ പറഞ്ഞാല്? അവനോടുള്ള ഇന്റിമസി എന്നോടില്ലെന്നുണ്ടോ? നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാതെ. ഞാൻ എല്ലാം നേരിൽ പറയാം. നീ ഇപ്പോ കൃഷ്ണനെ വിളിച്ചൊന്ന് ഫോൺ കൊടുക്ക്. വല്ലാത്തൊരവസ്ഥയിലാ ഞാനിപ്പോ. എനിക്കിപ്പോ കൃഷ്ണനോട് സംസാരിച്ചേ പറ്റൂ. കിച്ചു ഇപ്പൊ ഇവിടെ ഇല്ല. പറയാനുള്ളത് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കിച്ചു വെള്ളപ്പോ വിളിച്ചാ മതി. ഞാൻ വെക്കാം. ധന്യ, വെക്കല്ലേ പ്ലീസ്. ഞാൻ പറയണൊന്ന് കേക്ക് ധന്യ. ഒരു അത്യാവശ്യ കാര്യമുണ്ട് ധന്യ. നീ പിണങ്ങുന്ന എനിക്ക് സഹിക്കില്ല. കാര്യം ഞാൻ പറയാം. എനിക്കിവിടെ മടുത്തു. ഞാൻ റിസൈൻ ചെയ്യാൻ ആലോചിക്കുക. റിസൈൻ ചെയ്യാനോ? വാട്ട് നോൺസെൻസ്. എങ്ങനെ വേണേലും കരുതാം. പക്ഷേ എത്രയും വേഗം എനിക്കിവിടുന്ന് പോയേ തീരൂ. അതിന്റെ റീസണാ എനിക്ക് അറിയേണ്ടത്. അങ്ങനെ പ്രത്യേകിച്ചൊരു റീസണും ഇല്ലാതെ ഇതുപോലൊരു റെപ്യൂട്ടഡ് സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ആലോചിക്കണമെങ്കിൽ നിനക്ക് അസല് വട്ട. നീ ഒരു കാര്യം ഓർക്കണം. പലരുടെയും കാല് പിടിച്ചിട്ടാ നിനക്ക് ഈ ജോലി ഞാൻ വാങ്ങി തന്നത്. ജോയിൻ ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ ഒരു കാരണമില്ലാതെ നീ ഇട്ടെറിഞ്ഞു പോയാ അതെന്നെ ബാധിക്കും. നാളെ മറ്റൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാൻ നീയും ബുദ്ധിമുട്ടും. അത് നീ മറക്കരുത് മായേ. ശരിയാവാം, പക്ഷേ ഒരു പക്ഷേയില്ല. റിസൈൻ ചെയ്ത് നീ എങ്ങോട്ടും പോകുന്നില്ല. നിനക്ക് ജോലി കിട്ടാൻ റെക്കമെൻഡ് ചെയ്തത് ഈ ധന്യാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും. ഐ എം ഷുവർ. പുവർ ഗേൾ, നിനക്കറിയില്ല ധന്യെ, എവിടേക്ക് നിന്നും ഞാൻ വിടിലടി. കിച്ചുവിന്റെ സ്വപ്നത്തിലെ നായികയാണല്ലോ നീ ഇപ്പോഴും. ആ നിലയ്ക്ക് നീ എന്റെ മുന്നിൽ തന്നെ വേണം. ഈ വിരൽ തുമ്പിൽ വട്ടം കറക്കണം എനിക്ക് നിന്നെ.
മായ വിളിച്ചതല്ലേ? ചോദിച്ചു കേട്ടില്ലേ ധന്യ? ഉവ്, മായ വിളിച്ചത്. പിന്നെന്താ എന്നെ വിളിച്ച് ഫോൺ തരാതിരുന്നത്? എന്റെ ഫ്രണ്ടിന്റെ കോൾ വന്നാൽ ഞാനത് കിച്ചുവിന് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ടോ? അതില്ല, പക്ഷെ മനഃപൂർവ്വം ഞാൻ സ്ഥലത്തില്ലാന്ന് പറഞ്ഞത് മനസ്സിലാവാത്തത്. ധന്യൊന്നും പറഞ്ഞില്ല. ഇത്ര സില്ലിയായ കാര്യത്തിന് കുറെ ചോദ്യങ്ങൾ, എക്സ്പ്ലനേഷൻസ്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. എനിക്ക് ഇത് അത്ര സില്ലി മാറ്റർ അല്ല. മായ എന്റെ ഫ്രണ്ടാണ്. അതിനു മുമ്പ് ലവറായിരുന്നു. മുത്തശ്ശി പറഞ്ഞു കേട്ട പഴയൊരു ചൊല്ല ഓർത്തു പോകുന്നത്. പശു ചത്തിട്ടും മോരിലെ പൊടി പോയില്ല, അല്ലേ കിച്ചു? എന്താ അടിക്കാതിരുന്നേ? കിച്ചു അടിച്ച എനിക്കിഷ്ട. അവഗണിക്കുന്ന എനിക്ക് സഹിക്കാൻ ഒക്കാത്തത്. കിച്ചു പറഞ്ഞത് ശരിയാ. മായ കിച്ചുവിനെ തന്നെയാ വിളിച്ചത്. ഫോൺ തരാതെ ഒഴിവാക്കിയത് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെയാ. നിന്റെ ഇഷ്ടങ്ങളോ ഇഷ്ടക്കേടുകളോ എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അന്വേഷിക്കും. കിച്ചുവിന് വേണ്ടി ജീവിക്കുന്ന പെണ്ണാ ഞാൻ. നിന്റെ ജീവിതത്തോട് ചേരുന്ന നിമിഷത്തിനായി വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കുന്നേ. അതിനിടയിൽ മറ്റൊരാൾ, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറ്റുള്ളവർ പറയുമായിരിക്കും പൊസസീവ്നെസ്, നിഷേധിക്കുന്നില്ല. അതും റിയൽ ലവിന്റെ പര്യായം തന്നെയാ. ധന്യ അങ്ങനെ തന്നെ കാണുന്നു. നീ കാണിക്കുന്നതിന് സ്നേഹമെന്നോ പ്രണയമെന്നോ ഒന്നും അല്ല പറയേണ്ടത്. ഭ്രാന്ത്, ഭ്രാന്ത. ആ ഭ്രാന്ത് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ കിച്ചു. ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ധന്യ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാനും കഴിയില്ല. നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കാനും പോണില്ല. ഇത് ഞാൻ പലവട്ടം നിന്നോട് പറഞ്ഞതുമാണ്. നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട്. കിച്ചു സ്നേഹിക്കാതിരിക്കാനാ ശ്രമിക്കുന്നത്, ഞാൻ സ്നേഹിക്കാനും. അപ്പോ ഹൈയസ്റ്റ് ധന്യ തന്നെ. പിന്നെ സ്വന്തം തീരുമാനത്തിലും ഭാഷയിലും വിട്ടുവീഴ്ച കാണിക്കാൻ നിനക്ക് ഭാവമില്ലെങ്കിൽ എനിക്കതിന് പറ്റില്ല. നിന്റെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കും. എന്നെ നീ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് പറയുന്നത് വരെ. വിട്ടുവീഴ്ച ചെയ്യാനാവാത്ത ഒരേ ഒരു കാര്യമുണ്ട് ഈ ധന്യയുടെ ജീവിതത്തിൽ. മായ, ഡോക്ടർ മായ. രുദ്രവീണ തുടരുന്നു. പൊട്ടിയും തുള്ളി അരമാലിച്ചങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അങ്ങാടിന്ന് ആളുകൾ ഒഴിയും. 4 നമ്പർ കാണിച്ച് 10 ചക്രം നമ്മുടെ പോക്കറ്റിൽ നീക്കിയിരിപ്പുണ്ടാക്കി തന്നില്ലെങ്കിൽ എല്ലാറ്റിനും പൊള്ളക്ക് കത്തിയേറ്റും. എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കാണ്ടിരിക്കുക. എന്റെ പൊന്നാശാനെ, തൊള്ളയിലൂടെ പള്ളയിലോട്ടൊന്നും ചെന്നില്ലെങ്കിലേ കാര്യങ്ങൾക്കൊന്നും ഉഷാറുണ്ടാവില്ല. തമ്പായിയെ പറ്റിച്ച് കടന്നു കളയാൻ ഇനിയും നിനക്ക് തോന്നരുത്. ഇനി നീ തമ്പായിയെ പറ്റിച്ച് ഓടില്ലടി. കൃഷ്ണ, കൃഷ്ണൻ വിവരം അറിഞ്ഞോ? ഇല്ല.
ഞങ്ങളുടെ തലേന്ന് ഒരു ഭാരം ഒഴിവായല്ലോ. മുംബൈയിലെ ചേരി പ്രദേശത്തെ കെട്ടിടത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം മലയാളികൾ രക്ഷിച്ചതാ ഇയാളെ. കൂട്ടത്തിലുണ്ടായിരുന്ന പലരും അപ്പോഴേക്കും മരിച്ചിരുന്നു. ആയുസ് തിരിച്ചു കിട്ടിയത് ഇയാളുടെ ഭാഗ്യം. അപ്പോഴെങ്ങനെയാ കാര്യങ്ങൾ? കൊണ്ടുപോകുകയല്ലേ ചങ്ങാതിയെ? കൊണ്ടുപോകുകയല്ലേന്ന്? കൊണ്ടുപോയി. കൃഷ്ണ, ഞാൻ വന്നടാ. ഭഗവാൻ എന്നെ കാത്തു. എടാ, നീ എന്താ ഇങ്ങനെ? എന്നെ ഒന്ന് നോക്കടാ. ഒന്നും മിണ്ടടാ എന്നോട്. എടാ, നീ എന്തിനാ എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നത്? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യ. കരയില്ലടാ, ഞാൻ വന്നില്ലേ. കരച്ചിലും പിടിച്ചിലും ഒക്കെ മതി. ചങ്ങാതിയും കൂട്ടി ചെല്ല്. അച്ഛനും പെങ്ങൾക്കും വല്ല കർമ്മങ്ങളും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കൊണ്ട് ചെയ്യിക്ക. കൃഷ്ണ, എന്തായി കേട്ടെ? എന്തായി പറഞ്ഞത്? എടാ പറയടാ, എന്തായി പറഞ്ഞേ? ജീവ, കൃഷ്ണ, എന്തായി പറഞ്ഞത്?